യുവവാണി. നാളെയുടെ നായകരെ ഇന്നേ അറിയുക. എല്ലാ സുഹൃത്തുക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണി ഇന്ന് പരിചയപ്പെടുത്തുന്നു ഫോട്ടോ ജേർണലിസ്റ്റായ ഷിഹാബിനെ. ഗൾഫിലെ ഒരു പ്രമുഖ പത്രത്തിൽ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റായ ഷിഹാബ് 2005 കേരള സർക്കാരിന്റെ മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ഉൾപ്പെടെ അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. UAEയുടെ വിവിധ മുഖങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോർട്രേച്ചർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഈയിടെ പ്രസിദ്ധീകൃതമായി. നമുക്ക് കേൾക്കാം ഷിഹാബിന്റെ വിശേഷങ്ങൾ. ജേർണലിസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം. എന്താണ് ജേർണലിസ്റ്റ് എന്നെല്ലാം അവർക്കറിയാം. പക്ഷെ എന്താണ് ഫോട്ടോ ജേർണലിസ്റ്റ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു വാക്കാണ്. അപ്പോൾ ഈ ഫോട്ടോ ജേർണലിസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു തുടങ്ങാമോ? തീർച്ചയായിട്ടും. ഫോട്ടോ ജേർണലിസം നമ്മളൊരു വാർത്തയിൽ ഒരുപാട് വാക്കുകൾ കൊണ്ട് ഉൾക്കൊള്ളിക്കാവുന്ന, എത്തിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരൊറ്റ ചിത്രം കൊണ്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിത്രം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗത്തിന്റെ പക്ഷവും ചേരാതെ അവിടെ കാണുന്ന അതേ ഫീല്, ആ ഫീല് ഒട്ടും ചോർന്നു പോകാതെ, ഒട്ടും കൂടാതെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒട്ടും കൂടുകയും ചെയ്യരുത്, ഒട്ടും കുറയുകയും ചെയ്യരുത്. അതിലേത് സംഭവിച്ചാലും അത് മാനിപ്പുലേഷൻ ആവും. അത് അതേപടി പകർത്തുക എന്നുള്ളതാണ് ഒരു ട്രൂ ഫോട്ടോ ജേർണലിസ്റ്റ് എപ്പോഴും ചെയ്യുന്നത്. അതാണ്. അപ്പം അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്ന പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിൽ വൈപ്പിൻ മദ്യദുരന്തം ഉണ്ടാകുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികളുടെയും അച്ഛന്മാർ മരിച്ചു, അല്ലെങ്കിൽ അവരുടെ കാഴ്ചശക്തി പോയി. അപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ നാട്ടിൽ അത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ് എന്നെ ആദ്യം സ്വാധീനിച്ചത്. അത്തരം സാധനമാണ്. എനിക്ക് വളരെ ചെറിയ ഓർമ്മയുള്ളൂ. ആ നാളുകളിൽ ഞാൻ വായിച്ച പത്രങ്ങളിൽ കണ്ട ചിത്രങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു റെസ്ക്യൂ ഓപ്പറേഷന് ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസ് വാൻ തള്ളി സ്റ്റാർട്ടാക്കുന്ന ഒരു ഹ്യൂമർ, പക്ഷേ അതിന്റെ ഒരു സീരിയസ്നെസ് എല്ലാം അതിനകത്തുണ്ട്. കാര്യം ആ നാട്ടിൽ അത്രയും വലിയൊരു ദുരന്തമുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷന് പോകേണ്ട പോലീസ് വാൻ അത് സ്റ്റാർട്ടാവുന്ന പോലും ഇല്ല എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ ഇമേജ് എത്തിച്ചെന്നുള്ളതാണ് എന്റെ ആദ്യകാലത്തെ ചിത്രങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ഇമേജാണ്. പിന്നീട് വിക്ടർ ജോർജിന്റെ ഒരുപാട് ചിത്രങ്ങൾ എന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ സ്കൂൾ ടൈമിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്നെ ഞാൻ ഒരുപാട് നോക്കിയിരുന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് അല്പമെങ്കിലും എത്താൻ പറ്റുന്നു എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഇനി അറിയേണ്ടത് പഠിച്ചതെല്ലാം എവിടെയാണ്? ഇങ്ങനെയൊരു പ്രൊഫഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു തീരുമാനം എടുത്ത ശേഷം അതിനായി നടത്തിയ പ്രയത്നങ്ങളെ കുറിച്ചാണ്. ശരിക്കും എനിക്ക് ഈ ഒരു താല്പര്യം എനിക്കുണ്ടായത് എന്റെ പാരന്റ്സ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്റെ സുഹൃത്തുക്കൾക്ക് പോലും, വളരെ കുറച്ച് സുഹൃത്തുക്കൾക്ക് പോലും അറിയുള്ളൂ ഞാൻ ക്യാമറ ഒരുപാട് പാഷനേറ്റ് ആണ്. കാരണം എനിക്കത് പുറത്ത് കാണിക്കാൻ ഭയങ്കര നാണമുള്ള ഒരാളായിരുന്നു. എന്റെ പിക്ചേഴ്സ് എനിക്ക് പുറത്തന്ന് കാണിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടും അന്ന് അങ്ങനെ അത്ര പോപ്പുലർ അല്ല. ഒരു SLR ക്യാമറയൊക്കെ ഒരു കുട്ടിയുടെ ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അത് പതുക്കെ തുടങ്ങി. ഞാൻ എന്റെ ഡിഗ്രി ഞാൻ BSc ആണ് എടുത്തത്. BSc കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാരതീയ വിദ്യാഭവന്റെ ജേർണലിസം കോഴ്സിലേക്ക് ഞാൻ എൻട്രൻസ് എഴുതുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഒരു മാച്ചും ഇല്ലാത്തൊരു പ്രൊഫഷനാണ് സയൻസിൽ നിന്ന് ജേർണലിസ്റ്റിലേക്ക്. ഞാൻ ഫോക്കസ്ഡ് ആയത് ഈ സയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഫോട്ടോഗ്രാഫിയിലെ സയൻസ് തന്നെ വല്ലാതെ, അതായത് ലൈറ്റ് ഒരുപാട് ഞാൻ അതിന് അക്കാലത്ത് സ്റ്റഡി ചെയ്തിരുന്നു. പക്ഷെ ഫോട്ടോഗ്രാഫിയിലെ സയൻസ് ഞാൻ പഠിച്ച സയൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് അത്ര കണ്ട് സ്ട്രൈറ്റ് ആയിരുന്നില്ല. അപ്പം അതില് ഫോട്ടോഗ്രാഫിയിലെ സയൻസ് എന്ന് പറയുന്നത് കുറെ കൂടെ ആർട്ടുമായിട്ട് ബന്ധം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭാരതീയ വിദ്യാഭവനിലെ ജേർണലിസത്തിന്റെ കോഴ്സിന് ചേരുമ്പോഴാണ് ഇതിനെ വളരെ ഗൗരവമായിട്ട് കണ്ടു തുടങ്ങുന്നത്. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു ഗുരു എന്ന് പറയാനായിട്ട് എനിക്കൊരാളില്ല. ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നിയ വെളിച്ചങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വെക്കും. ഇതിന്റെ പ്രിന്റ് അടിച്ച് കഴിയുമ്പോൾ മിക്കവാറും ഒരു റോളിൽ എനിക്ക് 4 ചിത്രങ്ങളിൽ കൂടുതലൊന്നും കിട്ടിയിരുന്നില്ല. ബാക്കി എല്ലാം എംറ്റിയാണ്. പക്ഷെ ആ എന്തുകൊണ്ട് എംറ്റി ആയി എന്നുള്ളത് ഞാനിങ്ങനെ അനലൈസ് ചെയ്തിരുന്നു. അത് എത്രമാത്രം ആ ചിത്രങ്ങൾ മോശമായിരുന്നു എന്നുള്ളത് ഞാനത് നോക്കിയിരുന്നു. നല്ല ചിത്രങ്ങളെക്കാൾ കൂടുതൽ എന്റെ മോശം ചിത്രങ്ങളെയാണ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ മോശം ചിത്രങ്ങളുടെ എണ്ണം ഗ്രാജുവലി കുറഞ്ഞു തുടങ്ങി. 28 മോശം ചിത്രങ്ങൾ എന്നുള്ളത് അത് വന്നൊരു 4 പതിയാത്ത ചിത്രങ്ങൾ വരെ ആയി തുടങ്ങി. പിന്നീട് ഇതെല്ലാം എടുക്കുന്നതെല്ലാം കിട്ടുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് വളരെ സ്ലോ പ്രോസസ്സിൽ എടുത്തൊരു സ്റ്റഡിയാണ്. അന്ന് ആരോടും നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാനും ഗൂഗിളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര
പോപ്പുലർ അല്ലാത്തതുകൊണ്ടും സെൽഫ് സ്റ്റഡി മാത്രമാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്റെ സുഹൃത്തുക്കൾ ആരും ഫോട്ടോഗ്രാഫേഴ്സ് അല്ല. അപ്പൊ എനിക്ക് ഇത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയിൽ ആരാണ് പ്രചോദനം? ഞാൻ ഏറ്റവും ഇഞ്ച് ബൈ ഇഞ്ച് അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകളാണ് സ്റ്റീവ് മക്യൂറി. എല്ലാവർക്കും അറിയാം, നാഷണൽ ജിയോഗ്രഫിക്കിലെ ആ ചിത്രം എടുത്ത പൂച്ചക്കണ്ണുള്ള പെൺകുട്ടിയുടെ ചിത്രം എടുത്ത സ്റ്റീവ് മക്യൂറി. വേൾഡ് വൈഡ് ഏറ്റവും പോപ്പുലറായ ഫോട്ടോ ജേർണലിസ്റ്റായ ജെയിംസ് നാച്ച്വേ, ഇന്ത്യയിലെ ലെജൻഡ് എന്ന് പറയുന്ന ഡെക്കുറായി, ഇവരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഫോളോ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു അപകടം, ഇവരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ചിത്രങ്ങളിലേക്ക് കയറി വരാതെ അവരെ ആ സമയത്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും കൺട്രോൾ വേണ്ട കാര്യമാണ്. ഞാൻ ഡെക്കുറായിയോട് ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ചിത്രം എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരം 1000 ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ നിന്ന് മായ്ച്ചു കളയുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ട് സക്സസ് ആണെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ പിക്ചേഴ്സിന്റെ സ്ട്രെങ്ത് അത്ര ഭീകരമായിട്ട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. UAE-യുടെ വൈവിധ്യ മുഖങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് താങ്കളുടെ ഒരു പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങി, പോർട്രേച്ചർ ദി ഡൈവേഴ്സ് ഫേസസ് ഇൻ ദി UAE. അപ്പോൾ ഇനി ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് അതിന്റെ ഉള്ളടക്കം? നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് പതുക്കെ മാറി തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ സ്റ്റീവ് മക്യൂറിയുടെ പോർട്രേറ്റ്സ് കണ്ടു തുടങ്ങിയപ്പോൾ മുതലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹമായിട്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരു 3-4 പ്രാവശ്യം അദ്ദേഹമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ, ഞാൻ കണ്ട സമയങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയ ഭാഗ്യം, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ മുതൽ അദ്ദേഹം തിരിച്ച് ആ ടൗണിൽ നിന്ന് യാത്രയാവുന്നത് വരെ അദ്ദേഹം കൂടെ നിർത്തിയിട്ടുണ്ട്. അത് ഒരു മടുപ്പും അത് എന്നെ മാത്രമല്ല, അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആരൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ടോ അവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. എന്ത് സംശയങ്ങളും ചോദിക്കാം, നമുക്ക് എന്തും ചോദിക്കാം, ഒരു തടസ്സമില്ലാതെയാണ് എല്ലാത്തിനും മറുപടി. എനിക്ക് അത്ഭുതം തോന്നി, അത്രയും വലിയൊരു ലെജൻഡ് നമ്മളോട് എത്ര ഈസി ആയിട്ടാണ് ഇടപെടുന്നത്. ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, സോ യു ആർ ഫ്രം ദ ലാൻഡ് ഓഫ് കളരിപ്പയറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വിഷ്വൽ ഇമാജിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഐ ഡിഡ്ന്റ് ഇമാജിൻ എനിത്തിങ്. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല, എനിക്കത് കാണണം, ഞാനത് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്തേക്കാം, പക്ഷെ ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. എന്തിനാ ഇമാജിൻ ചെയ്യുന്നത്? യു ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. നമ്മളെപ്പോഴും മുൻവിധികളോട് കൂടിയിട്ടാണ് എപ്പോഴും നമ്മൾ പോകുന്നത്. കഥകളി എന്ന് പറയുന്ന കളർ കഥകളിയെ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ ഫാദർ എന്ന് പറയുന്ന ഹെൻറി കാർട്ടിയർ ബ്രസൻ ഒരു കളറും ഇല്ലാതെയാണ് നമുക്ക് കാണിച്ചു തന്നത്. 8 വയസ്സുകാരനായ ഒരു പയ്യനെ എണ്ണയിൽ ഏൽപ്പിച്ചുകൊണ്ട് പായിൽ ചവിട്ടി തിരുമുന്ന ചിത്രമാണ് അദ്ദേഹം കഥകളി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. ആർക്ക് ചിന്തിക്കാൻ പറ്റും കഥകളി ഒരു കിരീടം വെക്കാത്ത, ഒരു ചമയിടാത്ത ഒരു കഥകളിയുടെ ചിത്രം ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനല്ലാതെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സ്റ്റീവ് മക്യൂറിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്നെ വല്ലാതെ ഈ ബുക്കിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ അസൈൻമെന്റിനിടെ ഞാൻ ഇതിന്റെ ഫോർവേഡിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു, ഞങ്ങളുടെ മാഗസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരുപാട് മീഡിയാസ് അവിടെ 1 by 1 ഇന്റർവ്യൂ ആണ്. അദ്ദേഹത്തിന് ഒരു മുഷിച്ചിലും ഇല്ല. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഇന്റർവ്യൂവിന് അദ്ദേഹം ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 3 മണിക്കാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 5 മണിക്കാണ്. ആളാകെ ടയർഡാണ്. ഞാൻ എന്റെ ടേണിൽ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹായ് സ്റ്റീവ്, യു സ്പോയിൽ മീ എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. ആ യു സ്പോയിൽ മീയിൽ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ച ചിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി, അങ്ങനെയെങ്കിൽ ഞാൻ വിജയിച്ചു, ഒരാളെ എനിക്ക് സ്പോയിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വിജയിച്ചു, ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അടുത്ത ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ഇന്റർവ്യൂവിന് വന്നപ്പോൾ അദ്ദേഹം ജനലിലെ, അപ്പൊ ഞാൻ കുറച്ച് ടെൻസ്ഡായി, കാരണം 5 കഴിഞ്ഞു, ലൈറ്റ് ചെറുതായി പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എനിക്ക് മനസ്സിലായത്, ഈ വന്ന റേഡിയോ ടീം ആക്ച്വലി സ്റ്റീവിന് വളരെ അടുത്ത് പരിചയവും അവര് തമ്മിൽ നേരത്തെ മുൻപരിചയം ഉള്ളതാണ്. പക്ഷെ അദ്ദേഹം അവരോട് വളരെ ക്ഷമാപൂർവ്വം പറഞ്ഞത്, ഐ തിങ്ക് ഐ നീഡ് ടു കൺസിഡർ ഹിം ഫസ്റ്റ് എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ലൈറ്റിനെ കുറിച്ചുള്ള ബോധം, ആ പോർട്രേറ്റ് ഇന്ന ലൈറ്റിലേ എടുക്കാവൂ, ആ ലൈറ്റിൽ എടുത്താലേ നന്നാവൂ എന്ന് അദ്ദേഹത്തിനുണ്ട് നിർബന്ധം, എന്നേക്കാൾ കൂടുതൽ. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും എന്നെ അതൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ സംസാരം എന്നെ ഈ ബുക്കിലേക്ക് ശരിക്കും വലിച്ചടിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഈ പോർട്രേറ്റ് എന്ന് പറയുന്നത് സാധാരണ കാഴ്ചയല്ല, അത് നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ കാണുന്നു, അത് അതേപടി മറ്റുള്ളവർക്ക് അത് ഏറ്റവും വ്യത്യസ്തമായിട്ട് അതിനെ കാണാൻ നോക്കുക, ഏറ്റവും സിമ്പിളായിട്ട് അതിനെ കാണാൻ നോക്കുക, അതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ട് എനിക്ക് സ്റ്റീവ് മക്യൂറിയുടെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ചിന്ത വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ കൊണ്ടുവരുന്നത്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഇവിടെ പറയാമോ? ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ദുബായ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് ഒരുപാട് ബിസി ടൗൺ, അല്ലെങ്കിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ആളുകള്, കെട്ടിടങ്ങള്, കാറുകള്, ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള ഒരു ഹൈഫൈ ലൈഫ്. അതല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പറയുന്ന മറ്റേ വർക്കിംഗ് ലേബേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ആ ഒരു ഇത് രണ്ടും അല്ലാതെ നമ്മൾ കാണാതെ വിട്ടുകളയുന്ന ഒരുപാട് ലൈഫുണ്ട്. അവരിലേക്ക് എനിക്ക് എത്താനായിട്ട് എനിക്ക് തോന്നി. കാരണം ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള ആളുകളാണ്. ഞാൻ എത്ര തിരക്കിനിടെ ഈ എടുത്ത ചിത്രങ്ങളെല്ലാം ഞാൻ ഈ ബുക്കിന്റെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ യാത്രയൊന്നുമല്ല.
ഞാൻ എൻ്റെ ജോലിക്കിടയിൽ വളരെ പിടിച്ച ജോലിക്കിടയിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യും. ചില ആളുകൾ, ചില കണ്ണുകൾ എന്നെ സ്റ്റോപ്പ് ചെയ്യും. ആദ്യം തന്നെ 2-3 പ്രാവശ്യം ഞാൻ ഇല്ലില്ല, ഞാൻ തിരക്കിലാണ്, എനിക്ക് അത് എൻ്റെ ന്യൂസ് പേപ്പറിന്റെ ജോബാണ്, അത് വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ തീർക്കേണ്ടതാണ്, ഡെഡ് ലൈൻ ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നിട്ടും ചില ആളുകൾ അവരുടെ കണ്ണുകൾ എന്നെ പിടിച്ചു നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രയോറിറ്റി മാറി തുടങ്ങി. ഞാൻ തിരിച്ചറിഞ്ഞു ഒരിക്കൽ കണ്ട കാഴ്ച അതേ ഡെപ്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ കാണുന്ന ആ ഭംഗി എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ അയാളെ രണ്ടാമത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ആരെപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നോ ആ ഇൻസ്റ്റിങ്ക്റ്റിൽ തന്നെ ഞാൻ നേരെ പോയി അവരോട് സംസാരിക്കും. മാക്സിമം എല്ലാ ചിത്രങ്ങൾക്കൊക്കെ എടുത്തിട്ടുണ്ടാവും മാക്സിമം ഒരു 3 മിനിറ്റ്, 2 മിനിറ്റ് കൂടുതലൊന്നും സംസാരിച്ച് അനുവാദം വാങ്ങി. ഇത് ഇപ്പോൾ പല ആളുകൾക്കും ഈ പുസ്തകത്തിൽ എന്താണ് പോർട്രേറ്റ് എന്ന് പോലും അറിയാത്ത ആളുകളെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഒരു ഫാമിലി ഫോട്ടോയ്ക്ക് പോലും നിൽക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി എടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകളെ എനിക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. പല തരത്തിലുള്ള അതിനകത്ത് ഡിസൈനർ, ഏതാണ്ട് 2 കോടി രൂപ വില വരുന്ന ഒരു അമ്പും വില്ലും വിൽക്കാൻ എത്തിയ ട്രേഡർ, ആന്റിക് ട്രേഡർ മുതൽ സാധാരണ പശുത്തൊഴുത്തിൽ പുല്ല് കൊടുക്കാൻ വരുന്ന സാധാരണ ഒരാൾ വരെയുള്ള എല്ലാത്തരം ആളുകളെ എനിക്ക് കാണാൻ പറ്റി. ഈ പുസ്തകത്തിനായി ഒരുപാട് ആളുകളെ പരിചയപ്പെടുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവുകയും ചെയ്തു കാണുമല്ലോ. അപ്പോഴുണ്ടായ അനുഭവങ്ങൾ പറയാമോ? എനിക്ക് ആദ്യം ഏറ്റവും പേടിപ്പിച്ചൊരു കാര്യം, ഞാൻ ആളുകളോട് സംസാരിക്കുന്നതിൽ വളരെ പിശുക്ക് കാണിക്കുന്ന ഒരാളാണ്. പുതിയൊരാളിനെ പരിചയപ്പെടാൻ എൻ്റെ സ്വഭാവത്തിന് എനിക്ക് ഒരുപാട് മടിയുള്ള ഒരാളാണ്. ആ സത്യം എനിക്കറിയാം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്തരം ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ, അതും ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പരിചയമില്ലാത്ത അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ അവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരെനിക്ക് ഫോട്ടോയ്ക്ക് നിന്ന് തരുമോ, അല്ലെങ്കിൽ ഞാൻ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എന്നെ ഒരുപാട് പേടിപ്പിച്ചൊരു കാര്യമാണ്. ഒരു ക്ലോസപ്പ് പിക്ചറാണ് എടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലാണ്. അപ്പോൾ ഇതിന് ഒരുപാട് പെർമിഷൻസ് വേണ്ടി വരാം, മറ്റു ആളുകളുടെ കീഴിലായിരിക്കും ഒരു ജോലി, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതിന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങി വന്നപ്പോൾ അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അവസാനിച്ചു. എന്നെ ഇതുവരെ ആരും ഇത് പറ്റില്ല എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളുകൾ ആരും എന്നെ മടക്കി വിട്ടിട്ടില്ല. ചില ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ധൗല്, നമ്മൾ പറയുന്ന ട്രഡീഷണൽ വുഡൻ ബോട്ടാണ്, അത് ഇറാനിലേക്കും മറ്റുമൊക്കെ ചരക്കുകളും കാറുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത്രയും വലിയ ഒരു ബോട്ടാണ്. അപ്പൊ ഞാൻ ദൂരെ നിന്ന് കണ്ടത് ഒരു കാലില്ലാത്ത ഒരാൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്നപ്പോഴാണ് അയാൾ തീരെ ഫ്രണ്ട്ലി അല്ല. അദ്ദേഹത്തിന് ക്യാമറ കണ്ടപ്പോൾ തന്നെ എന്നെ കൈവീശിയിട്ട് വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തോട് അപ്രോച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പക്ഷെ അവിടെ 10-14 ജോലിക്കാരുണ്ട്. ഞാൻ അവരുടെ കൂടെ ഏകദേശം ഒരു ഉച്ച മുതൽ, ഞാൻ പോകുന്നത് വളരെ റോങ് ടൈമിലാണ്, ഒരു നല്ല വെയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എനിക്ക് ലൈറ്റ് ഫേവറബിൾ ആവണം, അദ്ദേഹത്തിന്റെ സ്വഭാവം അതിനേക്കാൾ നന്നായി ഫേവറബിൾ ആവണം. അപ്പോൾ ഞാൻ എന്തിനായി ഒരു ചരക്കപ്പലിൽ ഒരു അപരിചിതനായ ഒരാളെ എത്ര നേരം ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വലിയ ഫാക്ടറാണ്. ഇയാൾ എന്തിനും ഇവിടെ, കാരണം അവരുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്, ഒരുപാട് അവരുടെ യാത്രയ്ക്ക് വേണ്ട രേഖകളുണ്ട്. അപ്പോൾ അപരിചിതനായ ഒരാളെ, അതും ക്യാമറയായിട്ട്, അവരുടെ ഭാഷ പോലും എനിക്ക് പരിചിതമല്ല. ഹിന്ദി അവർക്ക് വളരെ കുറച്ച് വേർഡുകളെ അറിയുള്ളൂ. ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അട്രാക്ട് ചെയ്ത കാര്യം, നമ്മൾ ഷർട്ടിന്റെ കൈ മടക്കുന്ന പോലെയാണ് അദ്ദേഹം ആ ഒരു കാലുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാന്റ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് നോക്കുമ്പോൾ അതൊരു കൈയാണോ കാലാണോ എന്ന് എന്നെ ചെറിയൊരു വേദനയോടുകൂടി തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട്, അദ്ദേഹം അതിന് മാനസികമായിട്ട് സമ്മതിക്കണം. പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷെ അത് മൗനം സമ്മതം എന്നുള്ള ഒരു ആംഗിളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് നേരം, ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം പോലും ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ നിസ്സാരമാണെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു ഫീൽ വളരെ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. സാധാരണ ആളുകൾ പ്രകൃതിയുടെ ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെയാണ് ചെയ്യാറ്. എന്തുകൊണ്ട് ഈ പുസ്തകം മുഖങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോൾ കണ്ണുകളിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ ഈ ചെയ്ത പോർട്രേറ്റുകളിലെല്ലാം അവരുടെ കണ്ണുകളിൽ എന്തെങ്കിലും അവർ കൺവേ ചെയ്യുന്നുണ്ട്. 80% ആളുകളും എന്നോട് വളരെ കുറച്ച് വാക്കുകളെ സംസാരിച്ചിട്ടുള്ളൂ. എൻ്റെ പേര് പോലും ചോദിക്കാതെ, ഞാൻ എന്താണെന്ന് പോലും അറിയാതെ ഞാൻ പോയി, എനിക്ക് മറ്റൊരാളുടെ അനുവാദമില്ലാതെ ഞാൻ അവരുടെ കൈ പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതിൻ്റെ ഒരു വാംത്താണോ അതോ എന്നെ നിഷേധിക്കാനുള്ളവരുടെ മടിയാണോ എന്നൊന്നും അറിയില്ല. അവർ സമ്മതിച്ചു വന്നിട്ടുണ്ട്. കണ്ണുകൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ണുകളും ചുളിവുകളും. ആദ്യം എനിക്ക് ഒരാളെ സ്ട്രൈക്ക് ചെയ്യുന്നത് അവരുടെ കണ്ണുകളിലാണ്. ആ ഒരു കണ്ണും മറ്റൊരാൾക്കില്ല. അത് നല്ല കണ്ണെന്നോ ചീത്ത കണ്ണൊന്നും ഇല്ല. ആ കണ്ണ് ഒരാൾക്കേ ഉള്ളൂ. ആ കണ്ണ് ഞാനുമായിട്ട്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ലെൻസുമായിട്ട് എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നോക്കും, വിഷ്വലി സ്ട്രോങ് ആയിട്ട് വരും. ഈ പുസ്തകത്തിലെ മിക്ക ചിത്രങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സങ്കേതത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, പഴയ ഫിലിം ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ
ചിത്രങ്ങളും ഉണ്ട് ഇതിൽ നിന്ന്. അതെ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തു, അങ്ങനെ ഒരു സങ്കേതം തിരഞ്ഞെടുത്തു? അതൊരു നമുക്ക് പാസ്റ്റിലേക്ക് ഇടയ്ക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഇഷ്ടമുണ്ട്. കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇന്ന് എത്ര ആളുകൾ അത് ശീലിക്കുന്നുണ്ട്. അറിയുന്ന പലർക്കും അത് ചെയ്യാനുള്ളൊരു അവസരം അവർ തന്നെ നിഷേധിക്കുന്നുണ്ട്. അറിയാത്ത ഒരുപാട് പേരുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഒരു മാജിക് നമുക്ക് ആ ഡാർക്ക് റൂമിൽ നിൽക്കുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് മോൻ ജനിക്കുമ്പോൾ ലേബർ റൂമിന് പുറത്തേക്ക് വന്നിട്ട് സിസ്റ്റർ വന്നിട്ട് പറയുന്ന ബോയ് എന്നാണ് പറയുന്നത്. ഈ ബോയ് എന്ന് കേൾക്കുന്ന വാക്കിന് അന്ന് കേട്ട എക്സൈറ്റ്മെന്റ്, ബോയ് ഓർ ഗേൾ, അന്ന് കേട്ട എക്സൈറ്റ്മെന്റ് ഞങ്ങൾ ഫിലിം ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന്റെ 8 മിനിറ്റ് ഡെവലപ്പ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്തിട്ട് ഡാർക്ക് റൂമിലെ ആ ചുമന്ന വെളിച്ചത്തിൽ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് ഇന്നത്തെ ഡിജിറ്റലിന് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇന്ന് ജസ്റ്റ് ക്ലിക്ക്, അടുത്ത സെക്കൻഡിൽ നിങ്ങൾ അതിന്റെ പോസിറ്റീവ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല. എക്സൈറ്റ്മെന്റിന്റെ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിനകം തീരും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പാടെ ഫോട്ടോഗ്രാഫർ എപ്പോഴും കളർ എന്ന് പറയുന്ന എലമെന്റ് മായ്ച്ചു കളഞ്ഞിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി കാണുന്നത്. ഒരു നല്ല റെഡ് ഉടുപ്പിട്ട ഒരു പെൺകുട്ടി വരുമ്പോൾ നമ്മൾ റെഡാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്പ്രഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ റെഡിനെ ഞാൻ ഗ്രേ ആയിട്ടേ കാണുള്ളൂ. എന്റെ ഇമേജ് മുഴുവൻ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എന്നെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ശീലിച്ച ഒരു കാര്യം, ഒരുപാട് ചിത്രങ്ങൾ എടുക്കുന്ന ശീലം ഞാൻ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ കുറച്ച് ചിത്രങ്ങൾ നമ്മുടെ കൈവിരലിൽ കൂടെ പോവുകയാണെങ്കിൽ കൃത്യമായി നമുക്കറിയാം 4ാമത്തെ ഫ്രെയിം ആണ് ബെസ്റ്റ്, അതിൽ ഇന്ന ഇതുണ്ട്. അത് പഴയ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അറിവാണ്. ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഫുട്ബോൾ മാച്ച് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുട്ബോൾ മാച്ചിന്റെ പകുതി സമയം ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത്. കളിയിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ എന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ എടുത്ത പിക്ചർ എങ്ങനെയുണ്ട്, അതിന് മുമ്പത്തെ പിക്ചർ എങ്ങനെയുണ്ട്, അവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കളിയിൽ ശ്രദ്ധിച്ച് വേറെ ഒന്നുകൂടെ ചെയ്യാനില്ല, കളി മാത്രം നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഫിലിം വന്നു കഴിയുമ്പോൾ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ 15ാമത്തെ ഫ്രെയിമിലാണ് ചിത്രം ഉള്ളതെന്ന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമായിരുന്നു. ആ ക്രാഫ്റ്റ് പതിയെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനും കൂടെ വേണ്ടിയിട്ടാണ് എൻ്റെ കൈവിരലിനൊരു ലോക്ക്. കാരണം 36 എക്സ്പോഷറേ ഉള്ളൂ. ഫിലിം ഇസ് നോട്ട് ഈസി ടു ഗെറ്റ്. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ ഓരോ ചിത്രങ്ങൾ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും, ഷിഹാബ് ഇസ് ഇറ്റ് പ്രോപ്പർലി ഫോക്കസ്ഡ്, പ്രോപ്പർലി കമ്പോസ്ഡ്, ലൈറ്റ് ഈസ് ഓക്കെ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അതെന്റെ ചൂണ്ടുവിരലിനെ എന്നെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ചിത്രങ്ങൾ പാഴാക്കരുത്, വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. ഡിജിറ്റലിന് നമുക്ക് അങ്ങനെ ഒരു കൺട്രോൾ എലമെന്റ് ഇല്ല. അപ്പോൾ അത് ഡെലിബറേറ്റ് ആയിട്ട് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട്, പിന്നെ ഈ ഒരു കെമിക്കൽ വേൾഡിന്റെ ഒരു സുഖമുണ്ട്, പ്രോസസ്സിങ്, അതുകൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീൽ, ഓഫ് കോഴ്സ് ഫിലിമിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി അത് ഇഷ്ടമായതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ചെയ്തത്. യുടെ മുഖങ്ങൾ പോലെ ഇന്ത്യയുടെ മുഖങ്ങളെ തീർച്ചയായിട്ടും സംശയമില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ബുക്കിൽ ഏറ്റവും കുറവ് ചിത്രങ്ങൾ ഇന്ത്യക്കാരുടെ ചിത്രങ്ങൾക്കാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് ഇന്ത്യയിലൂടെ ട്രാവൽ ചെയ്തേ പറ്റൂ. അത് ചെയ്യും. ഇനി കുടുംബത്തെ കുറിച്ച്. എറണാകുളത്തിനടുത്ത് എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെയാണ് എൻ്റെ താമസം. കുടുംബം അച്ഛൻ, അമ്മ. അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തു, മജീദ്. അമ്മ നജ്മ വീട്ടിലാണ്, അദ്ദേഹം നഴ്സറി നടത്തുന്നു. ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ്. ഭാര്യ ഷാഹിന എഞ്ചിനീയറാണ്. ഒരു മകൻ, അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കൊരു സിസ്റ്റർ, ഒരു ബ്രദർ. ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, വളരെ സന്തോഷം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫോട്ടോ ജേർണലിസ്റ്റ് ഷിഹാബുമായുള്ള അഭിമുഖം. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വിലാസം www.shihabphotography.com. ഇമെയിൽ ID shihabphotographer@gmail.com.